കോടതിയിൽ നിന്ന് ദിലീപിൻ്റെ വിധി വന്നു. വിധി വന്നതിന് ശേഷം ഒരുപാട് രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ആ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നവരുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ജിജിമോൻ സാറ്, റിട്ടയർഡ് SP ആണ്. അദ്ദേഹം ഒരു അഡ്വക്കറ്റാണ്, ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കാം. സാറ് പോലീസിലും അതോടൊപ്പം തന്നെ പോലീസിൽ വർഷങ്ങളോളം സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. SP ആയിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ സാറ് അഡ്വക്കറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദിലീപ്, അദ്ദേഹത്തിൻ്റെ കേസ് വിധിയായിരുന്നു. ആ വിധി വന്നപ്പോൾ പലരും പല രീതിയിലാണ് കമൻ്റ് ചെയ്യുക. സ്ത്രീകൾക്കെതിരെ കുറ്റം ചെയ്താൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ച് പലരും കമൻ്റ് ചെയ്യുന്നുണ്ട്. സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കേരളം വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്ത ഒരു കേസാണ് ഇന്ന് വിധി പറഞ്ഞത്. ഈ കേസിൽ സെലിബ്രിറ്റികളാണ് ഉൾപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അതിനെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഏജൻസികളും അതിനെ സംബന്ധിച്ച് വളരെ കൂലങ്കഷമായിട്ട് പഠിച്ച് ചെയ്ത ഒരു കേസാണ്. പോലീസ് വിഭാഗത്തിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത കേസാണ്. ലീഗലായിട്ട് പറഞ്ഞാൽ പ്രോസിക്യൂഷനായാലും അതുപോലെ തന്നെ പ്രതിഭാഗമായാലും വളരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഫൈറ്റിൻ്റെ കാഠിന്യത്താൽ തന്നെ വർഷങ്ങളോളം നീണ്ടുപോയിട്ട് ഇപ്പോൾ വിധി വന്നിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ഈ കേസിൽ കുറച്ച് പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. ദിലീപ് ഉൾപ്പെടെ 1-2 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി കേസ് ശിക്ഷിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കോടതി അനലൈസ് ചെയ്ത തെളിവുകളിൽ ദിലീപ് പങ്കെടുത്തിട്ടുള്ളത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ പോലീസ് ഹാജരാക്കിയത് കോടതിയിൽ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. സംശയലേശം എന്നിയെ തെളിഞ്ഞാൽ മാത്രമാണ് കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ വിധിയിൽ 2 പേര് ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുണ്ടാവാം. പക്ഷേ ആ കേസ് എല്ലാ രീതിയിലും നിയമത്തെ കാണുന്നവർക്ക് പഠിക്കാനും അതിനെ സംബന്ധിച്ച് അനലൈസ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഇടയുള്ള ഇനിയും വരും കാലങ്ങളിലും അത് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സംഭവം തന്നെയാണ്. അതിജീവിക്ക് വേണമെങ്കിൽ വീണ്ടും കേസായിട്ട് മുന്നോട്ട് പോകാം. ഈ കേസിൻ്റെ അടുത്ത അപ്പീൽ നടക്കേണ്ടത് ഹൈക്കോടതിയിലാണ്. കാരണം സെഷൻസ് കോടതി വിധിച്ച കേസായതുകൊണ്ട് പ്രോസിക്യൂഷൻ തന്നെയായിരിക്കാം അപ്പീലിൽ പോകുന്നത്. വെറുതെ വിട്ട് ആ പ്രതികൾക്കെതിരെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ആ ശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. അപ്പോൾ അതിനുശേഷം അത് അവിടെയും അവർക്ക് അതിനെ സംബന്ധിച്ച് നീതി ലഭിച്ചില്ല എന്ന് തോന്നിയാൽ പിന്നെ സുപ്രീം കോടതി സമീപിക്കാം. അപ്പോൾ കേസ് എത്രമാത്രം വേണമെങ്കിലും കക്ഷികളുടെ താല്പര്യമനുസരിച്ച് തന്നെ അത് മുന്നോട്ട് പോകും. ഏതൊരു സംസ്കാരത്തിലും സ്ത്രീ ബഹുമാനിക്കപ്പെട്ടാൽ മാത്രമാണ് ആ സംസ്കാരത്തിന് ഒരു വിലയുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ പുരുഷനും സ്ത്രീക്കും അവരുടേതായ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയും അതുപോലെ തന്നെ ഒരു പെരുമാറ്റ രീതിയും അത് ചെറിയ കാലങ്ങളിൽ മുതൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും അക്രമം ഒരു കാര്യത്തിനൊരു പരിഹാരമല്ല. ഇത്രയും അതിക്രമങ്ങളും ഇതെല്ലാം നടക്കുന്നതിൻ്റെ കാരണങ്ങൾ പഠിച്ച് അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠന വിഷയമായിട്ട് ചേർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ മാത്രം ഇതിനകത്ത് പ്രിവെൻഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മെൻ്റൽ മേക്കപ്പ് മാറിയാൽ മാത്രമാണ് കുറ്റകൃത്യങ്ങൾ തടയാനും സ്ത്രീകൾക്ക് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിച്ച്, സ്ത്രീകൾക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റിനെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. എനിക്കൊന്ന് സാർ അത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു പോലീസ് സർവീസ് ഉള്ളപ്പോൾ. അതെന്തായിരുന്നു സാർ? അത് വളരട്ടെ വാടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കെതിരെ നടന്നിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ളൊരു വാക്സിനേഷൻ എന്നുള്ള നിലയ്ക്ക് നടത്തിയൊരു സംഭവമാണ്. അതൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. 2010, 11, 12 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകളും 2019, 20, 21 റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഏകദേശം 15 മടങ്ങാണ്. ആലുവ റൂറൽ പോലീസ് ജില്ലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനെ തടയിടാനായിട്ട് നമുക്ക് ഒരു എഫർട്ടും
നടത്തി കാണുന്നില്ല. പക്ഷേ പ്രോംപ്റ്റായിട്ട് കേസുകൾ എടുക്കുന്നുണ്ട്, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ട്രയൽ നടക്കുന്നുണ്ട്. ഇവൻ നമ്മൾ സമീപഭാവിയിൽ എവിടെയും കാണാത്ത 100 വർഷം വരെ ശിക്ഷിച്ച സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിന് ഇഫക്റ്റീവായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. നമ്മുടെ എല്ലാ സബ് ഡിവിഷനിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ നോക്കാനായിട്ട് ഒരു പോലീസ് വിഭാഗം ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ട്. പിങ്ക് പോലീസ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസവും അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഫീൽ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അവരെ ഈ ഒരു കാര്യത്തിന് ഈ വളരട്ടെ വാടാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ പോക്സോ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ അവരെ അയക്കുകയും അതുമായി ബന്ധപ്പെട്ട വിക്ടിമാവാൻ സാധ്യതയുള്ള ആളുകളും പ്രതികളാവാൻ സാധ്യതയുള്ള ആളുകളും ആ സമൂഹത്തിന് മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും അത്തരം കാര്യങ്ങളിലൂടെയുള്ള ചിന്ത അവരിലുള്ളപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അത് സാധിച്ചത്. അത് അങ്ങനെ ശ്രമിച്ചത്. അത്ര നല്ല കാര്യങ്ങൾ തുടർന്നും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം അവിടെ വളർന്നു വരികയുള്ളൂ.